ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2-ന്റെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള മാനേജ്മെന്റിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മാനേജ്മെന്റ് ഏരിയയിൽ നിന്ന് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മാനേജ്മെന്റ് ഏരിയയിൽ നിന്ന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. സോ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് തന്നെ കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുള്ള എന്താണ്? സിക്സ് സിഗ്മ ഈസ് ആൻ അപ്രോച്ച് ടു എൻഷോർ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സിക്സ് സിഗ്മ എന്നൊരു അപ്രോച്ച്? നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ കേൾക്കാൻ സാധ്യതയില്ലായിരിക്കും. എന്നിരുന്നാൽ പോലും ഈ ഒരു സിക്സ് സിഗ്മ അപ്രോച്ച് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഏത് കോൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്? നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. സ്റ്റേക്ക് ഹോൾഡർ അനാലിസിസ്, റിസ്ക് മാനേജ്മെന്റ് ഓഫ് ദി പ്രോജക്റ്റ്, പ്ലാനിംഗ്, പ്രോജക്റ്റ് കമ്മ്യൂണിക്കേഷൻ, പ്രോജക്റ്റ് ക്വാളിറ്റി. ഇതിൽ ഏത് ആസ്പെക്റ്റിലാണ് നമ്മളുടെ സിക്സ് സിഗ്മ അപ്രോച്ച് വരുന്നത്? എന്തായാലും പ്രൊജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തതാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ പ്രോജക്റ്റിന്റെ ക്വാളിറ്റി ആണോ അതോ ഇനി പ്ലാനിങ് പ്രോജക്റ്റ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണോ? റിസ്ക് മാനേജ്മെന്റ്, പ്രോജക്റ്റിന്റെ റിസ്ക് മാനേജ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണോ? ഇതിൽ ഏത് ഏരിയയിലാണ് നമ്മളുടെ സിക്സ് സിഗ്മ അപ്രോച്ച് കൂടുതലായിട്ട് വരുന്നത്? നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് എത്താം. നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, സിമ്പിളായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സിക്സ് സിഗ്മ അപ്രോച്ച് അറിയാവുന്നവർക്ക് ഒറ്റയടിക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. പ്രോജക്റ്റ് ക്വാളിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് സിക്സ് സിഗ്മ. അപ്പോൾ നമുക്ക് എന്താണ് സിക്സ് സിഗ്മ എന്ന് ബ്രീഫായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ Six Sigma is a quality control methodology that business used to significantly reduce defect and improve process. Six Sigma എന്ന് പറയുന്നത് പേരിൽ തന്നെ ഉണ്ട്, ക്വാളിറ്റി കൺട്രോൾ മെത്തഡോളജി. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ ബിസിനസ്സിൽ ഏതെങ്കിലും പ്രോജക്റ്റുകളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഡിഫക്റ്റുകൾ റെഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സിക്സ് സിഗ്മ അപ്രോച്ച് അഡോപ്റ്റ് ചെയ്യുന്നത്. സോ ദ മോഡൽ വാസ് ഡെവലപ്ഡ് ബൈ എ സയന്റിസ്റ്റ് അറ്റ് മോട്ടറോള ഇൻ 1980s. മോട്ടറോളയിലാണ് നമ്മളുടെ ഈ ഒരു സിക്സ് സിഗ്മ അപ്രോച്ച് എന്ന് പറയുന്ന ഈ ഒരു ടേം തന്നെ ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ഒരു മോട്ടറോള എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ബേസിലാണ്. ദെൻ കമ്പനീസ് ഓഫൻ യൂസ് ദ സിക്സ് സിഗ്മ മോഡൽ ടു ഇൻക്രീസ് എഫിഷ്യൻസി ആൻഡ് ബൂസ്റ്റ് പ്രോഫിറ്റ്. അതേപോലെ തന്നെ ബിസിനസിന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനും പ്രോഫിറ്റ് ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഈ ഒരു സിക്സ് സിഗ്മ അപ്രോച്ച് ബിസിനസ്സുകൾ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ സിക്സ് സിഗ്മ സർട്ടിഫിക്കേഷൻ ഉണ്ട്. നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം. സിക്സ് സിഗ്മയിൽ വരുന്ന സർട്ടിഫിക്കേഷൻസ് നമ്മളുടെ കരാട്ടയിലെ പല പല ബെൽറ്റുകൾ പോലെ ഡിഫറെൻറ്റ് ബെൽറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് ഓരോ സർട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. അതും ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കി വെച്ചേക്കാം. സോ നമുക്ക് ജസ്റ്റ് സിക്സ് സിഗ്മയുടെ 5 ഫേസസ് നോക്കാം. DMAIZ എന്നൊരു പേരിൽ സിക്സ് സിഗ്മയുടെ 5 ഫേസസ് നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ഡിഫൈൻ, മെഷർ, അനലൈസ്, ഇംപ്രൂവ്, കൺട്രോൾ. ഈ രീതിയിലാണ് സിക്സ് സിഗ്മ പ്രോസസ്സ് പോകുന്നത്. സോ ഡിഫൈൻ, മെഷർ, അനലൈസ്, ഇംപ്രൂവ് ആൻഡ് കൺട്രോൾ. ഇതാണ് നമ്മളുടെ 5 ഫേസസ് ഓഫ് സിക്സ് സിഗ്മ അപ്രോച്ച്. സോ നിങ്ങൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിക്സ് സിഗ്മയുടെ 5 ഫേസസും സിക്സ് സിഗ്മയിൽ വരുന്ന സർട്ടിഫിക്കേഷൻസും ഒക്കെ കൃത്യമായിട്ടൊന്ന് നോക്കി വെച്ചേക്കാം. അപ്പോൾ സിക്സ് സിഗ്മ എന്താണെന്ന് അറിയാമെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. സിക്സ് സിഗ്മ ഈസ് ആൻ അപ്രോച്ച് ടു എൻഷോർ പ്രോജക്റ്റ് ക്വാളിറ്റി. പ്രോജക്റ്റ് ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അപ്രോച്ച് വന്നിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. The project team members are primarily accountable to. Project team members primarily accountable ആയിരിക്കുന്നത് ആരോടായിരിക്കും? ഇപ്പോൾ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. അക്കൗണ്ടബിലിറ്റി മീൻസ് ആൻസറബിലിറ്റി. നമ്മൾ ആരോടാണ് ആൻസറബിൾ ആകുന്നത്? അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, പ്രൈമർലി അക്കൗണ്ടബിൾ ടു. അതായത് പ്രൊജക്ട് ടീം മെമ്പേഴ്സ് ഏറ്റവും ഫസ്റ്റ് ആരോടായിരിക്കും ആൻസറബിൾ ആയിരിക്കുന്നത്? ഇതിൽ ആരോടായിരിക്കും നമുക്ക് നോക്കാം. എൻഡ് യൂസേഴ്സ്, ഫൈനാൻസ് ഡയറക്ടർ, എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, പ്രോജക്റ്റ് മാനേജർ. ഇവരിൽ ആരോടായിരിക്കും പ്രോജക്റ്റ് ടീം മെമ്പേഴ്സ് പ്രൈമർലി അക്കൗണ്ടബിൾ ആകുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ആൻസർ ചെയ്യേണ്ടത് ഇതിൽ ആരോടാണ്? അതായത് പ്രോജക്റ്റ് ടീം മെമ്പേഴ്സ് ആണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളൊരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അതിലെ ഓരോ കാര്യങ്ങളും നോക്കണം. അതായത് ഇവിടെ പ്രോജക്റ്റ് ടീം മെമ്പേഴ്സ് ആണ്, അതേപോലെ തന്നെ പ്രൈമർലി അക്കൗണ്ടബിൾ എന്ന് ചോദിച്ചിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രോജക്റ്റിലെ ടീം മെമ്പേഴ്സ് ഏറ്റവും ഫസ്റ്റ് ആൻസറബിൾ ആയിരിക്കുന്നത് ഇതിൽ ആരോടായിരിക്കും?
ഇത് നമുക്കൊരു കോമൺ സെൻസിൽ നിന്ന് മനസ്സിലാകും. ഇനി നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഇനി അതുമല്ല, നമ്മൾ ജസ്റ്റ് ഒരു കോമൺ സെൻസ് യൂസ് ചെയ്യുവാണെങ്കിലും നമുക്ക് ആൻസറിലേക്ക് എത്താം. യെസ്, പ്രോജക്ട് മാനേജറോടായിരിക്കും അല്ലേ പ്രോജക്ട് ടീം മെമ്പേഴ്സ് പ്രൈമർലി അക്കൗണ്ടബിൾ ആകുന്നത്. എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയല്ലേ. ഇപ്പൊ നമ്മൾ ഒരു പ്രോജക്റ്റിന് ഒരു മാനേജർ കാണും, ആ ഒരു പ്രോജക്റ്റിന്റെ ടീമായിട്ട് കുറച്ച് മെമ്പേഴ്സും കാണും അല്ലേ. ഈ മെമ്പേഴ്സിനെ എല്ലാം ലീഡ് ചെയ്യുന്നത് ആ മാനേജർ ആയിരിക്കും. അപ്പൊ ഈ ഒരു പ്രോജക്ട് ടീം മെമ്പേഴ്സ് ഏറ്റവും പ്രൈമർലി ആയിട്ട് ആൻസറബിൾ ആകുന്നത് ആരോടാണ്? യെസ്, അവരുടെ പ്രോജക്ട് മാനേജറോടായിരിക്കും. സോ ഹിയർ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. സോ നമുക്ക് നോക്കാം. Project team members are primarily accountable to the project manager. Their responsibilities. Project team members എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. Contributing to the project's overall objective. പ്രൊജക്റ്റിന്റെ ഓവറോൾ ഒബ്ജക്റ്റീവ്സ് പ്രോപ്പറായിട്ട് അച്ചീവ് ചെയ്യണം അല്ലേ. ദെൻ കംപ്ലീറ്റിംഗ് ദെയർ വർക്ക് ഓൺ ടൈം ആൻഡ് വിതിൻ ബഡ്ജറ്റ്. ഒരു പ്രൊജക്റ്റിന് കൃത്യമായ ഒരു ടൈമും ബജറ്റും എല്ലാം കാണും. ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും സ്പെസിഫിക് ആയിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു പ്രോജക്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാനും ആ ഒരു ബജറ്റിനുള്ളിൽ തന്നെ നിർത്തണം. അതെല്ലാം പ്രോജക്റ്റ് ടീം മെമ്പേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരും. ദെൻ വർക്കിംഗ് വിത്ത് യൂസേഴ്സ് ടു എസ്റ്റാബ്ലിഷ് ബിസിനസ് നീഡ്സ്, പ്രൊവൈഡിങ് എക്സ്പെർട്ടൈസ്, റിപ്പോർട്ടിംഗ് ടു ദി പ്രോജക്ട് മാനേജർ. ഇതെല്ലാം പ്രോജക്ട് ടീം മെമ്പേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് പ്രോജക്ട് ടീം മെമ്പേഴ്സ് പ്രൈമർലി അക്കൗണ്ടബിൾ ആകുന്നത് ആരോടാണ്? അങ്ങനെയാണെങ്കിൽ പ്രോജക്ട് മാനേജേഴ്സിനോടായിരിക്കും അവർ പ്രൈമർലി ആൻസറബിൾ ആയിട്ടിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. LFA is a tool for. LFA എന്നൊരു ടൂള് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. എന്നിരുന്നാൽ പോലും LFA എന്നൊരു ടൂളിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ നമ്മൾ യൂസ് ചെയ്യുക? ഇറ്റ്സ് എ ടൂൾ ഫോർ പ്ലാനിങ്, ഡിസൈനിങ്, അപ്രൈസൽ ഓർ റിവ്യൂ. ഇതിലേതായിരിക്കും നമ്മളുടെ റൈറ്റ് ആൻസർ? സോ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് LFA. അങ്ങനെയാണെങ്കിൽ എന്താണ് LFA എന്ന് നമുക്കൊന്ന് നോക്കാം. ലോജിക്കൽ ഫ്രെയിംവർക്ക് അനാലിസിസ്, അതാണ് LFAയുടെ ഫുൾ ഫോം. സോ an LFA is a management tool for effective planning and implementation of developmental project. ഡെവലപ്മെന്റൽ പ്രോജക്റ്റുകളുടെ പ്ലാനിങ്ങിനും ഇംപ്ലിമെന്റേഷനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് LFA. ഇപ്പൊ ഇവിടെ ഈ ഒരു ഡെഫിനേഷനിൽ തന്നെ ഉണ്ട് ഫോർ ഇഫക്റ്റീവ് പ്ലാനിങ്. അങ്ങനെയാണെങ്കിൽ LFA is a tool for planning. നമുക്കറിയാം ബേസിക്കലി പ്ലാനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് LFA. സോ ഇറ്റ് പ്രൊവൈഡ്സ് ക്ലിയർ, കൺസൈസ് ആൻഡ് സിസ്റ്റമാറ്റിക് ഇൻഫർമേഷൻ അബൌട്ട് എ പ്രോജക്ട് ത്രൂ എ ഫ്രെയിംവർക്ക്. LFA എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു ലോജിക്കൽ ഫ്രെയിംവർക്ക് അനാലിസിസ്. ഈ ഒരു ഫ്രെയിംവർക്കിൽ കൂടി കൃത്യമായിട്ട് നമുക്ക് ആ ഒരു പ്രോജക്റ്റിനെ പറ്റിയിട്ട് പ്രോജക്റ്റിന്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് ക്ലിയർ ആൻഡ് കൺസൈസ് ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. സോ LFA എന്താണെന്ന് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോയി നോക്കുക. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Which 3 aspects determine the type of person to be recruited to the organization? നമുക്കറിയാം നമ്മളുടെ സെലക്ഷൻ അല്ലെങ്കിൽ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട് നമ്മളുടെ മാനേജ്മെന്റിൽ. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റിൽ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞ ഒരു ഫങ്ഷൻ ഉണ്ട്. ഈ ഒരു സ്റ്റാഫിംഗ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുട്ടിങ് റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് ജോബ്, അതാണ് സ്റ്റാഫിംഗ്. റൈറ്റ് പേഴ്സണിനെ റൈറ്റ് ജോബിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റാഫിങ്ങിൽ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് വരുന്നുണ്ട്. നമ്മൾ ഒരാളെ ഒരു ജോലിക്ക് എടുക്കണമെങ്കിൽ ആദ്യം റിക്രൂട്ട്മെന്റ് നടത്തണം അല്ലേ. ഈ ഒരു റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, ഈ ഒരു റിക്രൂട്ട്മെന്റിൽ നമ്മളൊരു ഓർഗനൈസേഷനിൽ ഒരാളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഏത് ആസ്പെക്റ്റുകളാണ്, അതായത് ഏത് ആസ്പെക്റ്റിന്റെ ബേസിലാണ് നമ്മളൊരു പേഴ്സണെ റിക്രൂട്ട് ചെയ്യുന്നത്? 3 ആസ്പെക്റ്റുകൾ നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. ഏത് 3 ആസ്പെക്റ്റുകളുടെ ബേസിലാണ് നമ്മൾ ഒരാളെ ഒരു ജോലിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ആ ഒരു മാനേജ്മെന്റിലെ റിക്രൂട്ട്മെന്റ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ 3 ആസ്പെക്റ്റും കൃത്യമായിട്ട് പഠിച്ചു വെക്കുന്നുണ്ട്. സോ വിച്ച് 3 ആസ്പെക്ട് ഡിറ്റർമൈൻ ദ ടൈപ്പ് ഓഫ് പേഴ്സൺ ടു ബി റിക്രൂട്ടഡ് ഇൻ ദി ഓർഗനൈസേഷൻ? നമ്മളൊരു ഓർഗനൈസേഷനിൽ എങ്ങനെയുള്ള ആളെ നമ്മൾ എടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു 3 ആസ്പെക്റ്റിന്റെ ബേസിലാണ്. ഇതിൽ ഏതൊക്കെയാണ് ആ 3 ആസ്പെക്ട് എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് എൻലാർജ്മെന്റ് and job planning. Then planning, promotion and profile. Option C process, job description and job possibility. Then option D job analysis, job description and
ജോബ് സ്പെസിഫിക്കേഷൻ. ഇതിൽ ഏത് 3 ആസ്പെക്റ്റിന്റെ ബേസിലായിരിക്കും നമ്മൾ ഒരാളെ നമ്മൾ ജോലിക്കൊക്കെ എടുക്കുന്നത്? സോ നിങ്ങൾക്കിത് കണ്ടിട്ട് ഏതാണെന്നാണ് തോന്നുന്നത്? നമുക്കൊരു സിമ്പിളായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു കോമൺ സെൻസിലൊന്ന് ചിന്തിച്ചാലും നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. യെസ്, ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അതായത് ജോബ് അനാലിസിസ്, ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ. ഈ 3 ആസ്പെക്റ്റുകളുടെ ബേസിലാണ് നമ്മളൊരു കമ്പനിയിലേക്ക് ഒരാളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. സോ ഏത് തരം ആളെ നമുക്ക് വേണം, ഏത് ടൈപ്പ് ഓഫ് പേഴ്സണെയാണ് നമുക്ക് വേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് ജോബ് അനാലിസിസ്, ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ, ഈ 3 ആസ്പെക്റ്റിന്റെ ബേസിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 3 ടേംസും എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ദി ഇൻഫർമേഷൻ ഗാതേർഡ് ഫ്രം job analysis is used to develop both the job description and job specification. First of all, നമ്മൾ ജോബ് അനാലിസിസ് ആണ് നടത്തുന്നത്. ജോബ് അനാലിസിസ് നടത്തും, അതായത് എന്ത് തരം ജോലിയാണ്, അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിനെ പറ്റിയിട്ടൊരു അനാലിസിസ്. ഇപ്പോൾ നമ്മളുടെ ഓർഗനൈസേഷനിൽ ഒരു HR-ന്റെ ഒരു പോസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മാനേജറുടെ ഒരു ഒഴിവുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ആ ഒരു പോസ്റ്റിനെ പറ്റി, ആ ഒരു വേക്കൻസിയെ പറ്റിയിട്ടൊരു അനാലിസിസ് നടത്തുകയാണ്. സോ ഈ ഒരു ജോബ് അനാലിസിസ് വെച്ചിട്ടാണ് നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും ചെയ്യുന്നത്. സോ ജോബ് ഡിസ്ക്രൈബ് ചെയ്യുന്നതും ആ ജോബ് സ്പെസിഫൈ ചെയ്യുന്നതും ജോബ് അനാലിസിസിന്റെ ബേസിലായിരിക്കും. സോ ഇനി എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ? ഇസ് എ ലിസ്റ്റ് ഓഫ് ടാസ്ക്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ജോബ്. നമുക്ക് സിമ്പിളായിട്ട് അറിയാം ഒരു ജോലിയെ പറ്റിയുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ. നമ്മൾ ചില ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നൊരു നെയിം അവിടെ കാണാറുണ്ട്. സോ എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ? ലിസ്റ്റ് ഓഫ് ടാസ്ക്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ജോബ്. ഒരു ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ജോലിയിൽ ഉണ്ടാകുന്ന ടാസ്കുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഒരു ജോലിയിൽ എന്തൊക്കെ ഡ്യൂട്ടീസ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും, അതേപോലെ തന്നെ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു ടേം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില സൈറ്റുകളിലൊക്കെ ഇപ്പോൾ ലിങ്ക്ഡിനിലോ ഇൻഡീഡിലോ ഒക്കെ ഓരോ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷൻ അവിടെ കാണാറുണ്ട്. അതിനകത്ത് കാണും യുവർ റെസ്പോൺസിബിലിറ്റീസ്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് നമുക്കുണ്ട്, ആ ഒരു ജോലിയിൽ എന്തൊക്കെ ടാസ്കുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, എന്തൊക്കെ ഡ്യൂട്ടീസ് നമ്മുടെ മുകളിലുണ്ട്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഇതെല്ലാം ജോബ് ഡിസ്ക്രിപ്ഷനിൽ കാണും. ഇനി എന്താണ് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഡിസ്കസ് ദി സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ദ പേഴ്സൺ മസ്റ്റ് ഹാവ് ടു പെർഫോം ദി ജോബ്. ജോബ് സ്പെസിഫിക്കേഷനിലാണ് ആ ഒരു ജോലി ചെയ്യണമെങ്കിൽ ആ ഒരു പേഴ്സണിന് വേണ്ട സ്കില്ലും എബിലിറ്റീസിനെയും പറ്റിയിട്ട് പറയുന്നത്. ഇപ്പോൾ ആ ഒരു ജോലി ചെയ്യുന്ന ആൾക്ക് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം, പ്രോബ്ലം സോൾവിങ് സ്കിൽ വേണം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഫിഷ്യൻസീസ് വേണം, ഇങ്ങനെയൊക്കെ പറയുന്നതാണ് ജോബ് സ്പെസിഫിക്കേഷൻസ്. അതായത് ആ ഒരു ജോലി ചെയ്യുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണിന് വേണ്ട സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ആണ് ജോബ് സ്പെസിഫിക്കേഷൻ. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ജോലിയിൽ, ആ ഒരു ജോബിനെ ബേസ് ചെയ്താണ് പറയുന്നത്. ആ ഒരു ജോലിയിൽ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, എന്തൊക്കെ ടാസ്കുകൾ ഉണ്ട്, എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ട്. സോ ഒരു ജോബിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ജോബിനെ ഫോക്കസ് ചെയ്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇനി ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു കൺസേൺഡ് പേഴ്സൺ, ആ ഒരു പേഴ്സണിനെ സ്പെസിഫൈ ചെയ്താണ് ജോബ് സ്പെസിഫിക്കേഷൻ. അതായത് ആ ഒരു ജോലി ചെയ്യേണ്ട ആൾക്ക് വേണ്ട ക്വാളിറ്റീസ്, അതാണ് ജോബ് സ്പെസിഫിക്കേഷൻ. ഇപ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷനും സ്പെസിഫിക്കേഷനും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അത് രണ്ടും 2 ടേംസ് ആണ്. ജോബ് ഡിസ്ക്രിപ്ഷനിൽ ജോബ് റിലേറ്റഡ് ആയിട്ട് ആ ഒരു ജോലിയിൽ എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ടാസ്കുകൾ ഉണ്ട്. ഓൺ ദി അതർ ഹാൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ ജോലി ചെയ്യേണ്ട ആൾക്ക് എന്തൊക്കെ സ്കില്ലുകൾ വേണം. സോ അതാണ് നമ്മളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻസ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 360 ഫീഡ്ബാക്ക് ഈസ് അസോസിയേറ്റഡ് വിത്ത്. 360 ഫീഡ്ബാക്ക് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാകണം. 360 ഫീഡ്ബാക്ക് എന്നും ആയിരിക്കില്ല, എക്സാക്ട് ആ ഒരു ആൻസർ വെച്ചിട്ട് തന്നെ ആയിരിക്കും നിങ്ങളത് പഠിച്ചു വെച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ 360 ഫീഡ്ബാക്ക് ഈസ് അസോസിയേറ്റഡ് വിത്ത് റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പെർഫോമൻസ് അപ്രൈസൽ, ലേ ഓഫ്. ഏതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് 360 ഫീഡ്ബാക്ക്? ഇനി ഇതുമല്ല, 360 പെർഫോമൻസ് അപ്രൈസൽ എന്നാണ് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ളതെങ്കിൽ സിമ്പിൾ, നമുക്ക് ആൻസറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. 360 പെർഫോമൻസ് അപ്രൈസൽ 360 പെർഫോമൻസ് അപ്രൈസലുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, സോ
നിങ്ങൾക്കറിയാം 360 ഡിഗ്രി ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സന്റെ പെർഫോമൻസ് അപ്രൈസലുമായിട്ട് റിലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അല്ലേ. കാരണം ഒരാളുടെ പെർഫോമൻസിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് പലതരത്തിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. അതിലൊന്നാണ് 360 ഡിഗ്രി ഫീഡ്ബാക്ക്. അതായത് ഒരാളെ 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്, അയാളുടെ ചുറ്റും അല്ലെ, അയാളെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ്. എന്തിന്റെ ബേസിലാണ്? ഫീഡ്ബാക്കുകളുടെ ബേസിൽ. 360 ഡിഗ്രി ഫീഡ്ബാക്ക് ആ ഒരു പേഴ്സണിനെ പറ്റി അയാളുടെ ചുറ്റുമുള്ള ആളുകൾക്കുള്ള ഫീഡ്ബാക്കുകളാണ്. സോ നമുക്കിവിടെ ഈ ഒരു ഫിഗറിൽ നിന്ന് മനസ്സിലാകും, ഇവിടെ ആയിരിക്കും നമ്മുടെ കൺസേൺഡ് പേഴ്സൺ. ആ ഒരാളെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഫീഡ്ബാക്ക്, അതായത് സബോർഡിനേറ്റ്സിന് എന്താണ് പറയാനുള്ളത്, സബോർഡിനേറ്റ്സിന്റെ അഭിപ്രായം, പിയേഴ്സ്, സെൽഫ് ഫീഡ്ബാക്ക് ഉണ്ടല്ലേ, നമുക്ക് നമ്മളെ പറ്റി തന്നെ ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ, നമുക്ക് നമ്മളെ പറ്റി ചില നിലയും വിലയും അല്ലെങ്കിൽ ധാരണകളും ഒക്കെ നമുക്ക് തന്നെ ഉണ്ടായിരിക്കും. സോ സെൽഫായിട്ടുള്ള ഫീഡ്ബാക്ക് എടുക്കാം. കസ്റ്റമേഴ്സ്, ഇന്റർമീഡിയറ്റ്, സുപ്പീരിയേഴ്സ്, ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, ഇങ്ങനെ ഒരാളെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കംപ്ലീറ്റ് അയാളെ മൊത്തത്തിൽ 360 ഡിഗ്രിയും നമ്മൾ നോക്കിയിട്ട് ഫീഡ്ബാക്ക് എടുക്കും. അത് വെച്ചിട്ട് അയാളുടെ പെർഫോമൻസ് നമ്മൾ വിലയിരുത്തുന്നതാണ് 360 ഡിഗ്രി പെർഫോമൻസ് അപ്രൈസൽ അല്ലെങ്കിൽ 360 ഡിഗ്രി ഫീഡ്ബാക്ക് മെക്കാനിസം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. So, the method by which the relative worth of job is an organization is determined is called as relative worth of job in an organization. ഒരു ഓർഗനൈസേഷനിൽ ഒരു ജോലിയുടെ വർത്ത് എത്രത്തോളം വർത്തിയാണ് ആ ഒരു ജോബ് എന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഏത് മെത്തേഡ് വഴിയാണ്? ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് ഇവാലുവേഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ, ജോബ് അനാലിസിസ്. നമ്മൾ കുറച്ച് മുന്നേ ഡിസ്ക്രിപ്ഷനും സ്പെസിഫിക്കേഷനും അനാലിസിസും ഒക്കെ പറഞ്ഞതാണ്. ആ 3 ടേംസും അറിയാമെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ചോദ്യത്തിന്റെ ആൻസറിലേക്ക് എത്താം അല്ലേ. നോക്കിക്കേ, ഒരു ജോലിയുടെ റിലേറ്റീവ് വർത്ത്, ആ ഒരു ജോലിയുടെ വർത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിൽ കൂടി ആയിരിക്കും? എന്തായാലും ഡിസ്ക്രിപ്ഷനും സ്പെസിഫിക്കേഷനും അനാലിസിസും ഒന്നുമല്ല. സോ ജോബ് ഇവാലുവേഷൻ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ജോബ് ഇവാലുവേഷനിൽ കൂടിയാണ് ഒരു ജോലിയുടെ വർത്ത് എത്രത്തോളമാണെന്ന് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ ജോബ് ഇവാലുവേഷൻ ഈസ് ദ പർപ്പസ് to determine the relative worth or value of different jobs within an organization. So it's a systematic process used by employers to establish an internal job hierarchy and to ensure fair and equitable compensation practice. മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു ജോബ് ഇവാലുവേഷൻ നടത്തുന്നത് ഒരു ജോലിയുടെ റിലേറ്റീവ് വർത്ത് എത്രയാണെന്ന് മനസ്സിലാക്കുക. അതുവഴി ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ കോമ്പൻസേഷൻ, ഒരു ജോലി ചെയ്യുന്ന ആൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം? കോമ്പൻസേഷൻ കൊടുക്കണം. ആ ഒരു ജോലിയുടെ വർത്ത് അല്ലെങ്കിൽ വാല്യൂ മനസ്സിലാക്കി അതനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നത്? സാലറി കൊടുക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ എല്ലാ ഫങ്ഷൻസും അല്ലെങ്കിൽ ഇപ്പോൾ ടോപ്പ് ലെവലിലും മിഡിൽ ലെവലിലും ലോ ലെവലിലും എല്ലാവർക്കും സെയിം ആയിട്ടുള്ള റെമ്യൂണറേഷൻ ആയിരിക്കുമോ? അല്ല. പല ലെവലിലുള്ളവർക്ക് പല റെമ്യൂണറേഷൻ സ്കെയിലുകളായിരിക്കും. ആ ഒരു റെമ്യൂണറേഷൻ സ്കെയിലൊക്കെ തീരുമാനിക്കാനാണ് ജോബ് ഇവാലുവേഷൻ നടത്തുന്നത്. ഒരു ജോലിയെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ്, ആ ഒരു ജോലിയുടെ റിലേറ്റീവ് വർത്ത് മനസ്സിലാക്കി അതനുസരിച്ചിട്ട് നമ്മളൊരു കോമ്പൻസേഷൻ ഡിറ്റർമൈൻ ചെയ്യും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഡിഫൈൻ മാനേജ്മെന്റ് ആസ് ദി ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ? ആർട്ട് ഓഫ് ആണ്, ഇറ്റ്സ് ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. ആരാണ് ആ ഒരു ഡെഫിനിഷൻ തന്നിട്ടുള്ളത്? മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. മാനേജ്മെന്റ് പഠിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് എന്താണ് മാനേജ്മെന്റ്, വാട്ട് ഈസ് മാനേജ്മെന്റ് എന്നൊരു ചോദ്യത്തിന് നമ്മൾ എപ്പോഴും പഠിച്ചു വെക്കുന്ന ഒരു ഡെഫിനിഷൻ ആണ്. മാനേജ്മെന്റിനെ പറ്റിയുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ഡെഫിനിഷൻ എന്ന് വേണമെങ്കിലും പറയാം. സോ അങ്ങനെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും പഠിച്ചു വെക്കുന്ന ഒരു ഡെഫിനിഷൻ ആണ്. ആരുടെ ആയിരിക്കും? യെസ്, ഓപ്ഷൻ സി, മേരി പാർക്കർ ഫോളറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. മറ്റുള്ളവരിൽ കൂടി നമ്മളുടെ ബിസിനസിന്റെ ഒബ്ജക്റ്റീവുകൾ അച്ചീവ് ചെയ്തെടുക്കുന്നു, അങ്ങനെ വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയാം. സോ അക്കോർഡിംഗ് ടു മേരി പാർക്കർ ഫോളറ്റ് അല്ലെങ്കിൽ മേരി പാർക്കർ ഫോളറ്റ് ഡിഫൈൻ ദാറ്റ് മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. Who has contributed the theory X and theory Y? രണ്ട് തിയറീസ് ഉണ്ട്, തിയറി എക്സ് ആൻഡ് തിയറി വൈ. മോട്ടിവേഷൻ എന്ന് പറഞ്ഞ ഒരു ആസ്പെക്റ്റിൽ വരുന്ന തിയറീസ് ആണ് ഈ രണ്ട് തിയറീസും. തിയറി എക്സ് ആൻഡ് തിയറി വൈ ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്? അല്ലെങ്കിൽ ഈ ഒരു തിയറിയുടെ പ്രൊപ്പൗണ്ടർ ആരാണ്? മാസ്ലോ, ഹെർസ്ബർഗ്, ഔച്ചി, നൺ ഓഫ് ദീസ്. ഇതിൽ ആരായിരിക്കും? അബ്രഹാം മാസ്ലോ ആണോ
അതോ ഹേഴ്സ്ബർഗ്? മാസ്ലോയുടെ തിയറി ഏതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? മാനേജ്മെന്റിൽ നമ്മൾ പഠിക്കുമ്പോൾ മോട്ടിവേഷൻ തിയറീസിൽ ഏറ്റവും ഫസ്റ്റ് പഠിക്കുന്നുണ്ടല്ലേ, എബ്രഹാം മാസ്ലോയുടെ നീഡ് ഹയറാർക്കി തിയറി എന്ന് പറഞ്ഞൊരു തിയറിയാണ് നമ്മൾ പഠിക്കുന്നത്. ദെൻ ഹേഴ്സ്ബർഗിന്റെ ആണെങ്കിലോ, ഹേഴ്സ്ബർഗിന്റെ 2 ഫാക്ടർ തിയറി ആണ് അല്ലെ. ഹേഴ്സ്ബർഗിന്റെ 2 ഫാക്ടർ തിയറീസിനെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു തിയറി എക്സ് ആൻഡ് തിയറി വൈ, ഈ തിയറി ആരായിരിക്കും കൊണ്ടുവന്നിട്ടുള്ളത്? യെസ്, ഇവിടെ ഇവരാരുമല്ല. സോ നൺ ഓഫ് ദീസ് ആണ് നമ്മളുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ. തിയറി എക്സ് ആൻഡ് തിയറി വൈ ഈ പറഞ്ഞിരിക്കുന്നതിൽ ആരുടെയും തിയറി അല്ല. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും തിയറി എക്സ് ആൻഡ് തിയറി വൈയുടെ പ്രൊപ്പൗണ്ടർ എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. മക്ഗ്രിഗർ. മക്ഗ്രിഗറുടെ തിയറിയാണ് തിയറി എക്സ് ആൻഡ് തിയറി വൈ. ഈ ഒരു തിയറി എന്ന് പറയുന്നത് മോട്ടിവേഷൻ തിയറിയുടെ ബേസിൽ വരുന്നതാണ്. സോ ഇറ്റ് ഇൻവോൾവ് സർട്ടൻ അസംപ്ഷൻസ്, ജനറലൈസേഷൻ, ഹൈപ്പോത്തസിസ് റിലേറ്റിംഗ് ടു ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ഹ്യൂമൻ നേച്ചർ. തിയറി എക്സ് ആൻഡ് തിയറി വൈയിൽ ഇത് തന്നെയാണ്, അതായത് ഹ്യൂമൻ ബിഹേവിയർ, ഹ്യൂമൻ നേച്ചർ, ഹ്യൂമൻ ബിഹേവിയറിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു തിയറി എക്സും തിയറി വൈയും വന്നിട്ടുള്ളത്. ഇപ്പോൾ തിയറി എക്സിൽ ഒരു ടൈപ്പ് ഓഫ് പീപ്പിൾ, ഒരു ഓർഗനൈസേഷനിൽ തന്നെ പലതരം ആളുകളുണ്ട് അല്ലെ, പല ബിഹേവിയർ ഉള്ള ആളുകൾ ഒരു ഓർഗനൈസേഷനിലുണ്ട്. അങ്ങനെയാണെങ്കിൽ തിയറി എക്സിൽ വരുന്നത് ഏത് ബിഹേവിയർ, അതായത് സിമിലർ ബിഹേവിയർ ഉള്ള കുറച്ച് ആളുകളെ തിയറി എക്സിലോട്ടും അതേപോലെ തന്നെ മറ്റൊരു തരം ആളുകളെ തിയറി വൈയിലോട്ടും നമ്മൾ അങ്ങ് ഇട്ടേക്കാണ്. അതാണ് നമ്മുടെ തിയറി എക്സ് ആൻഡ് തിയറി വൈയിൽ മക്ഗ്രിഗർ പറയുന്നത്. തിയറി എക്സിൽ ഒരു കൂട്ടം ആളുകളുണ്ട്, തിയറി വൈയിൽ ഒരു കൂട്ടം ആളുകളുണ്ട്. രണ്ടും രണ്ട് മെന്റാലിറ്റി അല്ലെങ്കിൽ ബിഹേവിയർ ഉള്ള ആളുകളാണ് ഈ ഒരു തിയറി എക്സിലും തിയറി വൈയിലും വരുന്നത്. ഓക്കെ, സോ ഈ ഒരു തിയറിയെ പറ്റിയിട്ടും നിങ്ങൾ കുറച്ചുകൂടി കൂടുതലായിട്ട് പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു തിയറി മാത്രമല്ല, നമ്മളുടെ ഈ ഒരു മാനേജ്മെന്റിൽ മോട്ടിവേഷൻ തിയറീസും കുറച്ചധികം മോട്ടിവേഷൻ തിയറീസ് ഉണ്ട്, ലീഡർഷിപ്പ് തിയറീസും കുറച്ചധികം ഉണ്ട്. ഈ തിയറീസ് എല്ലാം കൃത്യമായിട്ട് നോക്കി വെച്ചേക്കുക. ഓക്കെ ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മാനേജ്മെന്റ് എന്നൊരു ഏരിയയിൽ നിന്ന് നോക്കാനുള്ള ക്വസ്റ്റ്യൻസ്. സോ മാനേജ്മെന്റ് ഏരിയയിൽ നിങ്ങൾക്ക് കൃത്യമായി സിലബസ് ഉണ്ട്. സിലബസിനകത്ത് കറക്റ്റ് കാര്യങ്ങൾ, ഏതൊക്കെ തിയറീസ് അല്ലെങ്കിൽ ഏതൊക്കെ ആസ്പെക്റ്റുകൾ നിങ്ങൾ കൃത്യമായി പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സിലബസ് അനുസരിച്ച് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. മാനേജ്മെന്റിലാണെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ പഠിച്ചു വെക്കാനുണ്ട്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.